രണ്ടാഴ്ച വരെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന റഷ്യ ഉക്രൈൻ വാർ ഏതാണ്ട് ഒരു മ്യൂട്ട് പരുവത്തിലാണ് ഇപ്പോൾ പോകുന്നത്. രണ്ടു കൂട്ടർക്കറിയാം ട്രംപ് വരികയാണ് 22 ജാനുവരി. അപ്പം അതിനുശേഷം എന്ത് തീരുമാനമുണ്ടാകുന്നു അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ വാറിൻ്റെ ചില ഗെയിം പറയാം. റഷ്യ ചില വില്ലേജുകളൊക്കെ പിടിച്ച് ചെറുതായിട്ട് മുന്നേറുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള സ്ലോ ആയിട്ടാണ് മുന്നേറുന്നത്. ഇപ്പുറത്ത് ഉക്രൈൻ പിടിച്ചിരിക്കുന്ന വലിയൊരു പോർഷനുണ്ട്. അതായത് റഷ്യയുടെ അകത്ത് കയറി അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ റഷ്യൻ ഫോഴ്സിനോ അവരവിടെ കൊണ്ടുവന്ന നോർത്ത് കൊറിയൻ ഫോഴ്സിനോ കഴിഞ്ഞിട്ടില്ല. റഷ്യ സ്ഥിരമായിട്ട് മിസൈൽ അയക്കുന്നുണ്ട്. അതിനെ ചില രീതിയിലൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ കീവിലുമൊക്കെ പതിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ നോർത്ത് കൊറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഫോഴ്സ്, ഇപ്പോൾ അമേരിക്കൻ പെൻറ്റഗണിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു. അവർക്ക് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റിയാണ് നേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇത് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ നോർത്ത് കൊറിയയിലുള്ള അവരുടെ ആ ഒരു ടെറൈനല്ല റഷ്യ ഉക്രൈൻ ടെറൈൻ എന്ന് പറയുന്നത്. ആ ടെറൈനിലോട്ട് ഇവർ വാറ് കയറി ഫ്രണ്ട് ലൈനിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന റിറ്റാലിയേഷൻ അറ്റാക്ക് ഇവർക്ക് പലയിടത്തും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം 200-300 നോർത്ത് കൊറിയൻ പട്ടാളക്കാർ തന്നെ മരിച്ചു എന്ന് നോർത്ത് കൊറിയ തന്നെ പറയുന്നുണ്ട്. അതല്ല, അതിൻ്റെ കണക്ക് കൂടുതലാണെന്നാണ് അമേരിക്ക പറയുന്നത്. ശരിക്കും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ എല്ലാവരും ഇതിന് ഡേറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടുന്ന് അതിനുശേഷം ഇവരുടെ ഡെഡ് ബോഡി എടുത്ത് നോർത്ത് കൊറിയയിലോട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഡെഡ് ബോഡി ആയിട്ട്. അതായത് ഇപ്പം നോർത്ത് കൊറിയയുടെ ആ ചെറുപ്പക്കാരനായ തലയ്ക്ക് മണ്ടനായ അതിൻ്റെ പ്രസിഡന്റ് പറയുന്നത് റഷ്യയിൽ പോയത് അബദ്ധമായിപ്പോയി. കാരണം ഇത്രമാത്രം, കാരണം അവിടെയും പ്രശ്നമായി, അവിടെ പട്ടാളത്തിലും പ്രശ്നമായി. ഇനി റഷ്യൻ പട്ടാളത്തിൽ എന്താണ് ഉണ്ടായത് അവരുടെ ഫ്രണ്ട് ലൈനിൽ? കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, സീനിയർ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ ബയോ കെമിക്കൽസും ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഒക്കെ കൺട്രോൾ ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ, ഏറ്റവും ഉന്നതനായ സംഭവം. അദ്ദേഹത്തെ ഉക്രൈൻ അവർ ഒരു അണ്ടർ കവർ ഓപ്പറേഷനിൽ കൊന്നതോടുകൂടി ഈ റഷ്യയുടെ ഫോഴ്സിലെ പല സീനിയർ കമാൻഡേഴ്സ് അവർക്ക് പേടിയായി. കാരണം നാളെ ഇതേപോലെയുള്ള ഉക്രൈൻ ഫോഴ്സ് അവരെയും കൊല്ലും. കാരണം വലിയ സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ഒരാളെ ഇതേ വളരെ കൃത്യമായിട്ട് കാർ ബോംബ് സ്കൂട്ടർ ബോംബ് വെച്ചാണ് ഇത് കൊന്നിരിക്കുന്നത്. അപ്പം ഒരാളെ പിടിച്ചു, ഇതിനെപ്പറ്റി ഇന്നും അറിയത്തില്ല ഇത് ആരാണ് എന്താണെന്നൊന്നും. പിന്നീട് പറയുന്ന അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട പല ആർട്ടിക്കിളും വരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഇത് നാളെ വ്ളാദിമിർ പുടിനെതിരെ വരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഉക്രൈൻ ഈ കാര്യത്തിൽ മോശമൊന്നുമല്ല എന്ന് ഈ ലെഫ്റ്റനന്റ് ജനറലിന്റെ കൊലപാതകത്തോടു കൂടി തെളിഞ്ഞു. ഇതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റർ എന്ന് പറയുന്നത്, റഷ്യൻ സൈന്യത്തിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്നും ഏകദേശം 1500ഓളം പട്ടാളക്കാർ പട്ടാളത്തിൻ്റെ ഓഫീസേഴ്സിനോട് ചോദിക്കാതെ അവർ തിരിച്ചങ്ങ് പോയി. അത് റഷ്യൻ ഫോഴ്സിന് വല്ലാത്തൊരു സെറ്റ് ബാക്ക് ആയിട്ടുണ്ട്. കാരണം ഇത്രയും പേര്, വളരെ അധികം പേര്, അവിടുത്തെ ഒരു റെജിമെൻ്റൽ കമാൻഡർ ഉൾപ്പെടെ ഉള്ളവർ അവർ തിരിച്ചങ്ങ് വീട്ടിൽ പോയി. അവർ പറയുന്ന ഈ വാറിനകത്ത് അവരുടെ പ്രോപ്പറായിട്ട് വെപ്പൺസ് ഇല്ല ഗ്രൗണ്ടിൽ നിന്ന് ഫയർ ചെയ്യാനും. കാരണം വളരെയധികം ഷോർട്ടേജ് റഷ്യ നേരിടുന്നുണ്ട്. കാരണം ഇത്രയും നാളായിട്ട് വാർ നടക്കുകയല്ലേ. കാരണം അവർക്ക് ആ ഷോർട്ടേജ് ഫീൽ ചെയ്തു. അതിനുശേഷം അപ്പം അതായത് ആ റെജിമെൻറ്റിനകത്തും ആ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നതിൻ്റെ അകത്തും ലിറ്ററലി കലാപം ഉണ്ടായി. അതുകൊണ്ടാണ് ഉക്രൈൻ പിടിച്ച പല മേഖലകളും തിരിച്ചു പിടിക്കാൻ ഇവർക്ക് പറ്റാത്തത്. അതുകൊണ്ടാണ് ഇപ്പുറത്തെ മേഖലയെ പിടിച്ചിട്ട് ചെറിയ ചെറിയ വില്ലേജുകൾ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം റഷ്യയുടെ ഫോഴ്സിൻ്റെ മുന്നേറ്റം വളരെ സ്ലോ പിച്ചിലാണ്. തിരിച്ചുള്ള അറ്റാക്ക് ശരിക്കും ഉക്രൈൻ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. റഷ്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം. ഏകദേശം 1,75,000 റഷ്യൻ സോൾജിയേഴ്സ് കൊല്ലപ്പെട്ടു എന്നാണ് അമേരിക്കൻ പെൻറ്റഗൺ പറയുന്നത്. അത് വലിയൊരു കണക്കാണ്. 1,75,000 പേര് കൊല്ലപ്പെടുക അത് ചെറിയ കണക്കല്ല. അത്രയും സോൾജിയേഴ്സ്, കാരണം ട്രെയിൻഡ് സോൾജിയേഴ്സാണ് കൊല്ലപ്പെട്ടത്. പിന്നീട് റഷ്യ അവിടുത്തെ ചെറുപ്പക്കാരെ പട്ടാളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു ഡ്രൈവ് നടത്തി. പലയിടത്തും പോയി അന്വേഷിക്കുന്നു. ഒരാൾക്ക് പോലും റഷ്യൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്യുവാൻ, ഒരു സാലറി എല്ലാം കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്കും താല്പര്യമില്ല.
അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് റഷ്യ ഫൈറ്റ് ചെയ്യുന്നത്, എന്താ പർപ്പസ്, എന്താണ് മൈറ്റി റഷ്യൻ സോൾജിയേഴ്സിൻ്റെ ഇതാണ്. അപ്പോൾ അത് ജാനുവരി 1 പുടിൻ രാജ്യത്തോട് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ടെന്ന്, നാസിയെ നമ്മൾ തോൽപ്പിച്ചു, നമുക്ക് ഉക്രൈനെ തോൽപ്പിക്കണം. അവിടെയും ഈ പറയുന്ന ഏതൊക്കെ രീതിയിൽ എവിടൊക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് പുടിൻ പറയുന്നില്ല, കാരണം ട്രംപ് വരികയാണ്. ഇനി അപ്പുറത്ത് നോക്കാം, അതായത് റഷ്യ നിങ്ങൾക്കറിയാം ചെറിയ രീതിയിൽ വാറിൽ ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്ത് ഉക്രൈൻ്റെ സംഭവം നോക്കാം. നമ്മൾ കണ്ടിരിക്കേണ്ട സംഭവം ഇത്. അതായത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഉക്രൈൻ്റെ എക്കോണമി ഭയങ്കരമായിട്ട് ഡൗൺഫോൾ ചെയ്തു. 14 ലക്ഷം പേരാണ് വാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് പോളണ്ടിലോട്ടും ജർമ്മനിയിലോട്ടും റെഫ്യൂജി ആയിട്ട് പോയത്. നിങ്ങൾക്കറിയാം റഷ്യയുടെ എക്കോണമി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അവർ ഉയർത്തി കാണിച്ചു. പക്ഷേ ഇപ്രാവശ്യം എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിലി റഷ്യൻ എക്കോണമിയെ പറ്റി പറയുന്നുണ്ട്, അതിഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു. പഴയ പോലെ ഓയിൽ സപ്ലൈ ഒന്നും അവർക്ക് കൊടുക്കാൻ പഴയതുപോലെ നടക്കും. കാരണം ഇന്ത്യയും അവരിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ശരിക്കും കാരണം അമേരിക്കൻ പ്രഷറും നാറ്റോ പ്രഷറും കൊണ്ട് ഇന്ത്യ അത് കട്ട് ഷോട്ട് ചെയ്തു വളരെയധികം. കാരണം ഇന്ത്യക്ക് ചീപ്പായിട്ടാണ് ഓയിൽ കൊടുക്കുന്നത്, അതിനേക്കാളും വിലയ്ക്ക് റഷ്യക്ക് അത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അവർക്ക് സ്മൂത്തായിട്ട് പോകുന്നില്ല. രണ്ടാമത് അവിടെ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് ഹൈ ആയി. ഏകദേശം 27% ഇൻഫ്ലേഷൻ. അതായത് സാധാരണക്കാരന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. ആ രീതിയിലോട്ട് കാര്യങ്ങൾ അങ്ങ് മാറി. ഇനി മറ്റൊന്ന്, അവിടുത്തെ ബാങ്കിങ് തകർച്ചയുടെ വക്കിലാണ്. ഏത് സമയത്തും റഷ്യൻ ബാങ്കിങ് തകർന്നു പോകാം. അതായത് കാണിക്കുന്നത് റഷ്യയുടെ എക്കോണമി, അതായത് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിൽ കാണിക്കുന്നത് 2.5% റഷ്യൻ എക്കോണമി താഴെ പോയി കഴിച്ചപ്പോൾ 4.2% ഉക്രൈൻ്റെ എക്കോണമി കൂടി. തമാശ, അവിശ്വസനീയം. അപ്പം അതിനെപ്പറ്റി ആ ആർട്ടിക്കിൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഉക്രൈൻ്റെ എക്കോണമി കൂടിയത്. അതായത് നേരത്തെ ഉക്രൈന് ഏറ്റവും കൂടുതൽ ഗ്രെയിൻസ് ഉണ്ടാകുന്ന രാജ്യം, അതായത് ഫുഡ് മെറ്റീരിയൽ വിളവെടുക്കുന്ന രാജ്യം. ഇപ്പം ബ്ലാക്ക് സീയിലും റെഡ് സീയിൽ ഇവർ ഭയങ്കരമായിട്ട് തടഞ്ഞു. റഷ്യൻ യുദ്ധക്കപ്പലുകൾ ഇവരുടെ മൂവ്മെൻറ്റ്, അത് അവിടെ നിന്നൊന്നും പോകാൻ പാടില്ല. പിന്നെ ഇൻ്റർനാഷണൽ പ്രഷർ വന്നു. കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം ഗ്രെയിൻസ് കൊടുക്കുന്നതും ഈ പറയുന്ന ഉക്രൈനാണ്. അതിൻ്റെ പേരിൽ അവിടുന്ന് ഗ്രെയിൻസ് എടുക്കാൻ വേണ്ടി റഷ്യ അനുവാദം കൊടുത്തു. അതേപോലെ തന്നെ റഷ്യയുടെ പല യുദ്ധക്കപ്പലുകളും വാർഷിപ്പും ഉക്രൈൻ്റെ മിസൈൽ കൊണ്ടിടിച്ചു, അറ്റാക്ക് ചെയ്തു. പല എണ്ണം അങ്ങ് മുങ്ങിപ്പോയി. കാരണം അവർക്ക് അവിടെ മുഴുവൻ പെട്രോളിങ് നടത്താൻ പറ്റാതായി, അതായത് സീ സൈഡിൽ. പിന്നീട് ഈ ഷിപ്പുകൾക്ക് സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങി. കാരണം റഷ്യൻ നേവിയുടെ പരാജയം, ഏകദേശം 39 പരം റഷ്യൻ ഷിപ്പുകളാണ് മുങ്ങി ഈ ഉക്രൈൻ വാറിനകത്ത് ഇവർ മിസൈൽ അടിച്ച് തട്ടിക്കളഞ്ഞത്. അതായത് ആ റെഡ് സീയിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് പെട്രോളിങ് നടത്താൻ പറ്റുന്നില്ല. അവർ കാരണം ഇങ്ങോട്ട് ഭാഗത്തോട്ട് വരുന്ന നേരത്തെ ഇവർ ഹിറ്റ് ചെയ്യുക. അതായത് സ്മൂത്തായിട്ട് ഉക്രൈന് ഈ ഫുഡ് മെറ്റീരിയൽസ്, അതായത് ഗ്രെയിൻസ് മുഴുവനും മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഒന്ന്, നേരത്തെ ഇത് കെട്ടിക്കിടക്കുമായിരുന്നു, ഇപ്പം കറക്റ്റായിട്ട് പോകുന്നു. പിന്നെ ഉക്രൈൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്, അവർ വലിയ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് ടൂൾസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ആക്സിൽ, അതായത് നമോ ഭാരത്, വന്ദേ ഭാരത്, ഇതൊക്കെ ആദ്യം ഓർഡർ കൊടുത്തിരുന്ന ഉക്രൈൻ കമ്പനികൾക്കാണ്. പിന്നെ ഇവിടെ വാർ അതിൻ്റെ പേരിൽ മാറ്റി അത് പിന്നെ ചൈനയിൽ കൊടുത്ത് വീണ്ടും ഓർഡർ കൊടുത്തേക്കുന്ന ഉക്രൈൻ കമ്പനിക്കാണ്. കാരണം അവിടെ അവർക്ക് പ്രശ്നമുണ്ടായിരുന്ന ഭാഗത്തു നിന്നും നോ വാർ സോണിലോട്ട് ഈ കമ്പനികൾ ഷിഫ്റ്റ് ചെയ്തു. ഗ്രാജുവലി അവർ മാനുഫാക്ചറിങ് തുടങ്ങി. അതായത് അവിടെ നേരത്തെ പ്രശ്നമായിരുന്നു, ഇങ്ങോട്ട് മാനുഫാക്ചറിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ സാധനങ്ങളും ഈസി ആയിട്ട് അയക്കാൻ സാധിക്കുന്നു. അതായത് ഉക്രൈൻ്റെ എക്കോണമി സ്ട്രെങ്തൻ ചെയ്തപ്പോൾ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ എക്കോണമി താഴെ പോയി. റഷ്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഉക്രൈനിൽ അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല, കാരണം ഉള്ള ആൾക്കാർ അപ്പുറത്തോട്ട് പോയേക്കും, അവരാൾക്കാരെ വിളിച്ചുകൊണ്ട് വരും. അതേപോലെ തിരിച്ച് ഉക്രൈനിലോട്ട് ആളുകൾ വരാൻ തുടങ്ങി. കാരണം വാറിൻ്റെ ആ ഭയം മാറിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ പൊരുത്തപ്പെടാൻ തുടങ്ങി. വാറുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് ജോലി ചെയ്ത് സർവീസ് ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം, ഈ രീതിയിലോട്ട് ഉക്രൈനിലെ ആൾക്കാർ പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും ട്രംപിൻ്റെ നിലപാട്. അദ്ദേഹം ഈ നോട്ടർഡാം ആ ചർച്ചിൻ്റെ ഇനാഗ്രേഷനിൽ സെലൻസ്കിയെ കാണുന്നു, ഇമാനുവൽ മാക്രോൺ മറ്റുള്ള യൂറോപ്യൻ ലീഡേഴ്സായിട്ട് ചർച്ച ചെയ്യുന്നു.
ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, അതായത് വരാൻ പോകുന്നേ ഉള്ളൂ, അവർ പലരും കൊടുക്കുന്ന സൂചന എന്ന് പറയുന്നത് നാറ്റോയിൽ നിന്നും റഷ്യ, അമേരിക്ക പിന്മാറില്ല, നാറ്റോയ്ക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന നാറ്റോയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് സാമ്പത്തിക ഇടപാട്, പല രാജ്യങ്ങളിലും അതിൻ്റെ ചാർജ് കൂട്ടണം, അതിന് പല നാറ്റോ രാജ്യങ്ങളും തയ്യാറാണ്. രണ്ടാമത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഉക്രൈനെ സപ്പോർട്ട് ചെയ്യണം, അതിന് അനുകൂലമാണ് എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകളും റിപ്പോർട്ടുകളും വരുന്നത്. അതായത് ട്രംപ് ഈ പറയുന്ന പോലെ ആദ്യം വാർ നിർത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് ഉക്രൈന് അനുകൂലമായതിന് അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇതാണ് പുതിയ രീതിയിൽ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഉക്രൈനെ മാറ്റി നിർത്തുവാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ ശത്രുവാകും. കാരണം യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അച്ചുതണ്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഉക്രൈൻ. റഷ്യ ഉക്രൈൻ വല്ലതും പിടിച്ചെടുക്കുകയും വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യത്തെ വല്ലാതെ കയറി ബാധിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോഴത്തെ വരാൻ പോകുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉക്രൈനെ തഴയുന്ന കാര്യമൊന്നുമില്ല, ഉക്രൈനെ സപ്പോർട്ട് ചെയ്യും. മറ്റൊന്ന്, വാർ നിർത്താൻ നോക്കും. അതിൽ പുതിയ റിപ്പോർട്ട് വരുന്നത് പുടിൻ സമ്മതിച്ചില്ല എങ്കിൽ അമേരിക്ക ഡയറക്റ്റ് ഇടപെടാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി റഷ്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ വീക്കായിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, റഷ്യയുടെ പുറത്തുള്ള ബേസുകളുണ്ടായിരുന്നു, പലയിടത്തും ബേസുകളുണ്ടായിരുന്നു. അർമേനിയയിൽ ബേസ് ഉണ്ടായിരുന്നു, അസർബൈജാനി ബേസ് ഉണ്ടായിരുന്നു, സിറിയയിൽ ബേസ് ഉണ്ടായിരുന്നു, ഇവിടൊക്കെ ബേസ് ഉണ്ടായിരുന്നു. ഈ ബേസിൽ നിന്ന് മുഴുവൻ ആൾക്കാരെ തിരിച്ചവർ ഈ റഷ്യൻ ഫ്രണ്ട് ലൈനിലോട്ട് കൊണ്ടുവന്നു. കാരണം അവിടുത്തെ പട്ടാളം കുറഞ്ഞു. ആ ഒരു രീതി നിൽക്കുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളിൽ കയറി ഡയറക്റ്റ് റഷ്യ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നും അല്ല. കാരണം ഇതിനെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. ഒന്നാമത് റഷ്യക്ക് കിട്ടിയിരുന്നൊരു ആദരവുണ്ട്. അപ്പോൾ അസർബൈജാൻ്റെ ഫ്ലൈറ്റ് അടിച്ച് താഴെ കിട്ടു. കാരണം അവൻ്റെ ടെക്നോളജി അത്രമാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പല ആവർത്തി പറയുകയാണ്. അല്ലാതെ പാസഞ്ചർ ഫ്ലൈറ്റും സ്പൈ ഫ്ലൈറ്റുമായിട്ട് ഇത് അറിയാൻ വലിയ പാടൊന്നുമില്ല. കാരണം അവന് അത്രയേ ഉള്ളൂ ടെക്നോളജി. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഇന്ത്യക്ക് റഷ്യയെക്കാളും വളരെ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജി ആണെങ്കിലും ഏവിയേഷൻ ടെക്നോളജിയെല്ലാം വളരെ മുൻപന്തിയിലാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. ഇത് അസർബൈജാൻ്റെ ഫ്ലൈറ്റ് പണ്ട് മലേഷ്യയുടെ ഫ്ലൈറ്റ് അടിച്ചിട്ടു. ഇത് അവിടുത്തെ മിലിറ്ററി ഓർഡറോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ ഒരു പട്ടാളക്കാരൻ വിചാരിച്ച ഫയർ ചെയ്തൊന്നുമില്ല. അതായത് അത്രയും പാസഞ്ചേഴ്സ് മരിക്കുന്നു. ഈ രാജ്യങ്ങളൊക്കെ റഷ്യയുടെ അനുകൂലമായിരുന്നു, അസർബൈജാനും അർമേനിയ, ഇവരൊക്കെ ശത്രുക്കളായി. അതായത് റഷ്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവൻ റഷ്യക്കെതിരെ ശത്രുക്കളായി. അപ്പം ഇനിയും നാറ്റോയ്ക്ക് പുടിൻ ട്രംപ് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നാറ്റോ കയറി ഇടപെടും, അടിച്ചങ്ങ് ഒതുക്കും. അതോടുകൂടി പുടിൻ തെറിക്കും. ഇതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്.